ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാര്യങ്ങൾ ഇ.പി. ജയരാജൻ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. വിവാദമുണ്ടാക്കിയത് മാധ്യമങ്ങളെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് UDF-നെയും BJP-യെയും സഹായിക്കാനുള്ള ഗൂഢാലോചനയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇ.പി. ജയരാജന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുവന്ന വാർത്ത പ്രകാശനം ചെയ്യുന്നു. ഒരാളൊരു പുസ്തകം എഴുതിയാൽ ആ പ്രകാശന ചടങ്ങിൽ അയാൾ വേണ്ടേ, അല്ലെങ്കിൽ അയാൾ അറിയണ്ടേ? ജയരാജൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഞാനൊരു ആത്മകഥ എഴുതുന്നുണ്ടെന്നുള്ളത് ശരിയാണ്, അത് ആർക്കും കൊടുത്തിട്ടില്ല, ആരെയും പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം പറയുന്നു ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ആ പുസ്തകത്തിൽ എഴുതാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇതേവരെ എഴുതിയ ഭാഗത്തൊന്നുമില്ല. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, ആ ദിവസം നോക്കി സൂക്ഷ്മമായി ഈ വാർത്ത മെനഞ്ഞെടുക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഇ.പി. ജയരാജൻ നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. പാർട്ടി ഇ.പി.ക്കൊപ്പം എന്ന് സംസ്ഥാന സെക്രട്ടറി വിശദീകരണം നൽകി മാധ്യമങ്ങളെ കണ്ടപ്പോൾ. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിവാദം ഒരു ഗൂഢാലോചനയാണ്, ഉപതെരഞ്ഞെടുപ്പ് ദിവസം UDF-നെയും BJP-യെയും ഒക്കെ സഹായിക്കാനാണ്, മാധ്യമങ്ങൾക്ക് വലിയ വിമർശനമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൂടുതലായി പറഞ്ഞത്? വിജയകുമാർ, ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ CPM-ന്റെ പുതിയ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ എത്തിയതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവിടെ വെച്ചാണ് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം തൻ്റെ നിലപാട്, അല്ലെങ്കിൽ EP വിഷയത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ നിലപാട് അറിയിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് ശേഷമാണത്. പാർട്ടി നിലപാട് നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു, ഇ.പി. ജയരാജനെ അവിശ്വാസമില്ല, ആ ആത്മകഥ എഴുതുന്നത് സംബന്ധിച്ച് ആർക്കും താൻ കരാർ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം നേരത്തെ പാർട്ടി നിലപാട് അറിയിച്ചിരുന്നു. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇന്ന് ഇന്ന് തൻ്റെ പ്രതികരണം അറിയിക്കുമ്പോൾ അദ്ദേഹം വിമർശിക്കുന്നത് മാധ്യമങ്ങളെ മാത്രമല്ല, ഈ പ്രസാധകരെ കൂടിയാണ്. കാരണം DC ബുക്സിനെതിരെ കൂടി അദ്ദേഹം തന്റെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രസിദ്ധീകരണശാല പുസ്തകത്തിന്റെ സാധാരണ രീതിയിലുള്ള ഒരു പ്രസാധനമല്ല ഉദ്ദേശിച്ചത്. EP പറയുന്ന വിവാദമായ വിഷയങ്ങൾ താൻ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, അങ്ങനെ എഴുതാൻ ഒരു കരാറ് പോലും താൻ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ പ്രസാധകർ അതൊരു അച്ചടിച്ച രീതിയിലല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അച്ചടിച്ച രീതിയിലല്ല, അതൊരു വാട്സപ്പ് മാർഗം, അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ PDF ഫയലാണ്, ആ രൂപത്തിൽ എങ്ങനെ അവർക്കത് പുറത്തേക്ക് കൊടുക്കാൻ സാധിക്കും? അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ഗൂഢാലോചനയുണ്ട്. പ്രത്യേകിച്ചും ആ ദിവസം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. അന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു കുപ്രചരണം അല്ലെങ്കിൽ വ്യാജ പ്രചരണം നടത്തുന്നതിന് പിന്നിൽ BJP-യെയും UDF-നെയും സഹായിക്കാനാണെന്ന് പറയുന്നു. ഇ.പി. ജയരാജനെ തങ്ങൾക്ക് വിശ്വാസമാണെന്ന പാർട്ടി നിലപാട് ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് രൂക്ഷ വിമർശനം ഉള്ളതുപോലെ തന്നെ ഈ സരിൻ വിഷയത്തിൽ, അതായത് സരിൻ ഒരു വയ്യാവേലിയാകുമെന്നുള്ള പരാമർശം ആ ആത്മകഥയിൽ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കാര്യങ്ങൾ പറയുന്നത്, സരിനെ പറ്റി ചോദിച്ചിരുന്നു, സരിനെ അറിയാമോ, സരിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇ.പി.യോട് ചോദിച്ചിരുന്നു. സരിൻ പുതിയതായി വന്ന ഒരാളാണ്, മിടുക്കനാണ്, അതുപോലെ തന്നെ തനിക്ക് അറിയാൻ മേലാത്ത, അതായത് സരിനെ പറ്റി തനിക്ക് കാര്യമായി ഒന്നും അറിയില്ല, അങ്ങനെ കാര്യമായി അറിയാത്ത ഒരാളെ പറ്റി താൻ എന്തിനാണ് വിമർശനം ഉന്നയിക്കുന്നതെന്ന് ഇ.പി. നിഷ്കളങ്കമായി പറഞ്ഞു എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ ആളിക്കത്തിയ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ സർക്കാരിൽ മറ്റൊരു ചേരിയില്ല. ഇ.പി.യെ പാർട്ടിയും സർക്കാരും അവിശ്വസിക്കുന്നില്ല. ഈ ആത്മകഥാ വിവാദത്തിൽ ഉറച്ചു നിൽക്കുന്ന നിലപാട് തന്നെ എടുക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാകുന്നത്. വിജയകുമാർ. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ മാധ്യമങ്ങളെ മാത്രമല്ല ലക്ഷ്യം വയ്ക്കുന്നത്, ഈ പുസ്തക പ്രസാധകശാല DC ബുക്സിനോടും ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു പ്രസാധനമായിരുന്നില്ല അവർ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പല ചോദ്യങ്ങളുമുണ്ട്. എന്താണ് അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ഇനി DC ബുക്സിന് നൽകാനുള്ളത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. കൂടുതൽ പറയാനില്ല എന്ന് നില രവി DC വിശദീകരിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഈ ഗൂഢാലോചനയുടെ ഒരു പ്രതിക്കൂട്ടിൽ DC ബുക്സിനെ കൂടി നിർത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ആലപ്പുഴയിൽ സംഘടിപ്പിച്ച CPM പരിപാടിയിൽ.